അദ്ദേഹം ഒരു സയന്റിസ്റ്റാണ്. പക്ഷേ മുഖാറനത്തുൽ അദിയാൻ, കമ്പാരിറ്റീവ് സ്റ്റഡീസ്, റിലീജിയസ് കമ്പാരിറ്റീവ് സ്റ്റഡീസ്, മതങ്ങളുടെ താരതമ്യ പഠനം, ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ്, ഈ വിഷയങ്ങളൊക്കെ ആധികാരികമായി ഇന്ന് ലോകത്ത് കൈകാര്യം ചെയ്യുന്ന ലോകോത്തര പ്രഗത്ഭന്മാരിൽപ്പെട്ട ആളാണ് ഷെയ്ഖ് സിൻജാനിയെ പോലെയുള്ള അവരിൽ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഷെയ്ഖ് സഗലൂൽ അൻ-നജ്ജാർ. അള്ളാഹു ആയുസ്സും ആരോഗ്യവും ആഫിയത്തും അദ്ദേഹത്തിന് അള്ളാഹു നൽകട്ടെ. അദ്ദേഹം UK ഡോക്ടറേറ്റിന് വേണ്ടി പഠിക്കാൻ ചെന്നപ്പോഴാണ് അവിടെ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒരു റിലീജിയസ് ഡിബേറ്റ്, ഒരു ഇന്റർകോഴ്സ് നടക്കാറുണ്ട്, ഇന്റർഫെയ്ത്ത് ഡയലോഗ്. ആ ഒരു ഡയലോഗ് നടന്നുകൊണ്ടിരിക്കുമ്പോ ആളുകളൊക്കെ ഇദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം ചെറുപ്പക്കാരനാണ്, ഡോക്ടറേറ്റ് പഠിക്കാൻ വേണ്ടി പോയതാണ്. അന്ന് ഡോക്ടർ സഗലൂൽ ആയില്ല, സഗലൂൽ അൻ-നജ്ജാർ ആയിട്ടുള്ളൂ. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിനെ സംബന്ധിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് കാത്തലിക് വിശ്വാസിയായ ഒരു പെണ്ണ്, അതിന്റെ ചെയർപേഴ്സൺ, അവര് പറഞ്ഞു, സഗലൂൽ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ വിജ്ഞാനം ഞങ്ങളുടേതിനേക്കാളും ഇച്ചിരി ഡീപ്പാണ്. I think you are well learned religious person. നിങ്ങൾ ഒരുപാട് പഠിച്ച ആളാണ്, ഞങ്ങൾക്കൊന്നും അത്ര പഠനമില്ല. അതുകൊണ്ട് നിങ്ങളുമായി തർക്കിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലല്ല ഞങ്ങളുള്ളത്. അതുകൊണ്ട് let's postpone this meeting until next week. അടുത്ത ആഴ്ച വരുമ്പോ ഞങ്ങളുടെ കാത്തലിക് പള്ളിയിൽപ്പെട്ട ഒരു പുരോഹിതനെ ഞങ്ങൾ കൊണ്ടുവരും. ആ പുരോഹിതനുമായി നിങ്ങൾക്ക് സംസാരിക്കാം. അങ്ങനെയാവട്ടെ, ക്രിസ്ത്യാനിസവും ഇസ്ലാമും തമ്മിലുള്ള ചർച്ച നിങ്ങളും അവരും നടത്താൻ നിങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞു. സഗലൂൽ അൻ-നജ്ജാർ അദ്ദേഹത്തിന്റെ ഡോക്ടർ അവറുകൾ ആത്മകഥയിൽ എഴുതി വെച്ചു. അങ്ങനെ അടുത്ത ആഴ്ച അവര് ക്രിസ്തീയ പുരോഹിതന്മാരിൽ പ്രഗത്ഭനായ ഒരാളെ കൊണ്ടുവന്നു. 1.5 മണിക്കൂർ ചർച്ച നടത്തി. ആ ചർച്ച കഴിഞ്ഞപ്പോ ചെയർപേഴ്സൺ, അവർ ബ്രിട്ടീഷുകാരിയാണ്, അവർ പറഞ്ഞു, അഗൈൻ അൺഫോർച്ചുനേറ്റ്ലി, വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ദിസ് ഡിബേറ്റ് കാൻ ഗോ അഹെഡ്, ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. സഗലൂലിനോട് സംവദിക്കാൻ ഇനി ബിഷപ്പിനെ കൊണ്ടുവരണം. ഇദ്ദേഹത്തിന്റെ വൈജ്ഞാനിക ആഴം അറിഞ്ഞ് സംസാരിക്കാൻ കഴിയൂ. അങ്ങനെ നമുക്ക് അടുത്ത ആഴ്ച കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്നപ്പോഴാണ്. വിദ്യാർത്ഥിയായി ദീനെ സംബന്ധിച്ച് ഒരുപാട് പഠിച്ച ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ആലോചിക്കുന്ന എങ്ങനെയാണ്, നമ്മുടെ കൂട്ടുകാരൊക്കെ കോളേജിലേക്ക് പോകുമ്പോഴേക്കും അവിടുത്തെ ഗാങ്സ്റ്റേഴ്സായി മാറല, അങ്ങനെയാ കാണാറുള്ളത്. അവിടുത്തെ പ്രധാനപ്പെട്ട പോക്കിരികളായി നമ്മുടെ മക്കൾ മാറുന്നതാണ്. അതിനൊക്കെ അപ്പുറം അവിടെയുള്ള ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചൂടെ? 3-ാമത്തെ ആഴ്ച ബിഷപ്പ് വന്നു, കാത്തലിക് ബിഷപ്പ് വന്നു. അവരുടെ യൂണിവേഴ്സിറ്റി ഹാളിൽ വെച്ച് ചർച്ച നടക്കുമ്പോ 1.5 മണിക്കൂർ സമയം ചർച്ച കഴിഞ്ഞതിന്റെ ശേഷം ആ സഹോദരി പറഞ്ഞു, എനിക്ക് ഇത് തന്നെയാണ് ഇനിയും പറയാനുള്ളത്. വിശ്വാസം എന്താണ് എന്ന്, ഈമാൻ എന്താണ് എന്ന്, ദൈവം തമ്പുരാൻ എന്ന സ്രഷ്ടാവ് ആരാണെന്ന് 25 വർഷം കാത്തലിക് ചർച്ചകളിൽ പോയി ഞാൻ പഠിച്ചതിനേക്കാളും ഉപരി ആഴത്തിൽ ഈ ചെറുപ്പക്കാരന്റെ 1.5 മണിക്കൂർ സമയം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ സ്ത്രീ ആ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്ന് അദ്ദേഹം പറയാൻ. ഞാൻ കേട്ടത് പിന്നെ ആ മഹദി മുസ്ലിമായി എന്നാണ്. അവര് മുസ്ലിമായി വഹസന ഇസ്ലാമുഹ എന്ന് പറയുന്ന തരത്തിൽ നല്ല വിശ്വാസിനിയായി മാറുകയും ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്ത മഹാപ്രതിഭയായിരുന്നു ആ സ്ത്രീ എന്ന് ഈ ഡിബേറ്റിന്റെ ചെയറായിരുന്ന പെണ്ണിനെ കുറിച്ച് മഹാനായ സഗലൂൽ അൻ-നജ്ജാർ അനുസ്മരിക്കുന്നുണ്ട്. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ ക്യാമ്പസുകളിൽ ചെല്ലുമ്പോ, നമ്മുടെ പെൺകുട്ടികൾ കോളേജിലേക്ക് കയറി ചെല്ലുമ്പോ ഏതോ ഒരു ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള നടത്തമായി അതിനെ തിരിച്ച് മനസ്സിലാക്കുകയും വീടുകളിൽ നിന്ന് അച്ചടക്കത്തോടുകൂടെ
ഹിജാബുള്ള വസ്ത്രം ധരിച്ചിറങ്ങിയിട്ട് കോളേജ് ക്യാമ്പസിലെത്തുമ്പോഴേക്കും അത് ടൈറ്റ് ജീൻസും അതുപോലെ തന്നെ ടീഷർട്ടുമായി മുടികൾ അഴിച്ച് കാണിച്ചു കൊടുത്ത് ശരീരം കാണിച്ചു കൊടുത്ത് ആഭാസകരമായി ക്യാമ്പസുകളിൽ ജീവിക്കുന്ന ഹോസ്റ്റലുകളിൽ ജീവിക്കുന്ന കാഴ്ച മുസ്ലിം കുടുംബത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ വേദന. നമ്മുടെ മക്കൾ അവിടെ ചെന്ന് അവിടെയുള്ള ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ്. അതിന്റെ പകരം തിന്മയുടെ പക്ഷക്കാരായി നമ്മുടെ മക്കൾ മാറുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ നബി തങ്ങളോട് എപ്പോഴും ചോദിക്കുമായിരുന്നത് ശർറിനെ കുറിച്ചായിരുന്നു, ദുരന്തങ്ങളെ സംബന്ധിച്ചായിരുന്നു. വകാന അന്നാസു യസ്അലൂനഹു അനിൽ ഖൈർ, എല്ലാവരും നബിയോട് ചോദിക്കാറുള്ളത് നന്മകളെ കുറിച്ചാണ്, ഓരോ നല്ല കാര്യങ്ങളെ കുറിച്ച്. ഞാൻ ചോദിക്കും, നബിയെ എന്തെങ്കിലും വിപത്തുകൾ വരാനുണ്ടോ, ആഫത്തുകൾ വരാനുണ്ടോ? മഖാഫത അൻ അഖഅ ഫീഹ്, ഞാനതിൽ പെട്ടുപോവാതിരിക്കാൻ. അങ്ങനെ ഞാൻ മുത്തുനബിയോട് ഒരിക്കൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, കുന്നാ ഫീ ജാഹിലിയ്യ, ഞങ്ങൾ ഇസ്ലാമിന്റെ മുമ്പ്, മുസ്ലിമീങ്ങളാകുന്നതിന്റെ മുമ്പ് ഇസ്ലാം അറിയാതെ അന്ധകാരത്തിൽ ജീവിച്ചവരാണ്. ഫജിഅ്തനാ ബിൽ ഇസ്ലാം, അങ്ങനെ നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് ഇസ്ലാം കൊണ്ടുവന്നു തന്നു. ഞങ്ങൾ നല്ല മനുഷ്യരായി, ഞങ്ങൾക്കൊരുപാട് നന്മകൾ പഠിക്കാൻ പറ്റി. എന്തിനാ ജീവിക്കുന്നത് എന്ന ബോധ്യം വന്നു, ആരാ ഞങ്ങളെ പഠിച്ചത് എന്ന ബോധ്യം വന്നു. ഫഹൽ ബഅദ ഹാദൽ ഖൈരി മിൻ ശർ, ഈ നന്മക്ക് ശേഷം നബിയെ ഇനി എന്തെങ്കിലും തിന്മകൾ ലോകത്ത് വരാനുണ്ടോ? നഅം യാ ഹുദൈഫ, ഹുദൈഫ വരാനുണ്ട്, ഒരുപാട് വരാനുണ്ട്. സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ ചോദിച്ചു, നബിയെ ഇസ്ലാം അറിഞ്ഞതിന്റെ ശേഷം അതറിയാതെ ജീവിക്കുന്ന ഒരു തലമുറ വരികയും അങ്ങനെ ഒരു ശർറ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നബിയെ ഇനി അതിന്റെ ശേഷം ഫഹൽ മിൻ ബഅദി ഹാദാ ശർരി മിൻ ഖൈർ, ആ തിന്മക്ക് ശേഷം ഇനി ഒരു നല്ല കാര്യം വരുമോ, നന്മയുടെ കാലഘട്ടം വരുമോ? ഖാല നഅം, അതേ വരാനുണ്ട്. വഫീഹി ദഖനുൻ, അതിൽ ദഖനുണ്ട്. ഞാൻ ചോദിച്ചു, വമാ ദഖനുഹു യാ റസൂലല്ലാഹ്, എന്താ നബിയെ ദഖൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരു നന്മയിൽ ദഖനുണ്ടെന്ന് പറഞ്ഞാൽ? തഅരിഫു മിൻഹും വതുൻകിറു, നിങ്ങൾ ആ ആളുകൾ അന്ന് ഇസ്ലാമിലേക്ക്, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടെ തിന്മകളും ചെയ്യുന്നവരായിരിക്കും. അങ്ങനത്തെ ഒരു കാലം വരും. നല്ല കാര്യത്തിന്റെ കൂടെ തിന്മകൾ. വാലിന് പോകുന്നവർ തന്നെ സിനിമക്കും പോകും. മൗലിദിന്റെ സദസ്സുകളിൽ, ദിക്റിന്റെ സദസ്സിൽ പോയിരിക്കുന്ന ആളുകൾ ഗാനമേളകൾക്കും മ്യൂസിക്കുകൾക്കും സന്നദ്ധരാകും. നന്മയും തിന്മയും കൂട്ടിക്കൊണ്ടുപോകുന്നൊരു കാലം വരും. ഫഹൽ മിൻ ബഅദി ഹാദൽ ഖൈരി മിൻ ശർ, നബിയെ അതൊരു നന്മ തന്നെ എന്ന് ഞാൻ കരുതട്ടെ. എന്തായാലും നന്മയും തിന്മയും മിക്സ് ഉള്ള ആ കാലം കഴിഞ്ഞാൽ പിന്നെ ഒരു തിന്മ വരാനുണ്ടോ, എന്തെങ്കിലും ഷർറുകൾ വരാനുണ്ടോ? ഖാല നഅം, ഉണ്ട് ഹുദൈഫ. ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, നരകത്തിന്റെ വാതിൽക്കൽ നിന്ന് നരകത്തിലേക്ക് വരൂ എന്ന് വിളിക്കുന്ന ആളുകൾ. മിൻ ജിൽദതിനാ വയതകല്ലമൂന ബിഅൽസിനതിനാ, നമ്മുടെ സംസാരം സംസാരിക്കുകയും നമ്മുടെ ഭാഷ പറയുകയും ഖുർആൻ ഉദ്ധരിക്കുകയും ഹദീസ് പഠിക്കുകയും ചെയ്ത ആളുകൾ. യദഊൻ ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, നരകത്തിലേക്ക് ആളുകളെ വിളിക്കുന്ന ആളുകൾ വരും, തിന്മയിലേക്ക് വിളിക്കുന്നവർ. മൻ അജാബഹും ഖദഫൂഹു ഫീ, അവർക്കാരെങ്കിലും ഉത്തരം കൊടുത്താൽ ആ നരകത്തിലേക്ക് അവരെ പറിച്ചുവിടും, എടുത്ത് എറിയും ആ നരകത്തിലേക്ക്. അങ്ങനെ തിന്മയിലേക്ക് വരാൻ വേണ്ടി തിന്മയിലേക്ക് വിളിക്കുന്ന മുസ്ലിം നാമധാരികൾ ലോകാവസാനത്തിന്റെ മുമ്പ് വരാനുണ്ട് ഹുദൈഫ എന്ന് എന്റെ മുത്തുനബി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ വിശുദ്ധമായ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്. ഇസ്ലാം എന്നത് കേവല ചടങ്ങുകളല്ല, നിസ്കാരം കഴിഞ്ഞാൽ തീരുന്നതല്ല നമ്മുടെ ഇസ്ലാം.
ബാങ്ക് വിളി കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞാൽ തീരുന്നതല്ല നമ്മുടെ നിസ്കാരം, നമ്മുടെ ഇബാദത്ത്, അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ. റമദാനോ മുഹറമോ ദുൽഹിജ്ജയോ തീരുമ്പോഴോ റബീഉൽ അവ്വൽ കഴിയുമ്പോഴോ അവസാനിക്കുന്നതല്ല ഇസ്ലാം. ഹജ്ജോ ഉംറയോ കഴിഞ്ഞാൽ തീരുന്നതല്ല. ജീവിതമൊന്നാകെ ചൂഴ്ന്നു നിൽക്കുന്ന ഓരോ അനക്കത്തിനും ഒരു നിയമമുണ്ട് എങ്കിൽ, കമലാ സുരയ്യ മുസ്ലിമായതിന്റെ ശേഷം പറഞ്ഞൊരു വാക്കായിരുന്നു അത്. ഇസ്ലാമിനെ പറ്റി ഞാൻ അറിയുന്നത് ഓരോ അനക്കത്തിനും നിയമമുള്ള ഗ്രന്ഥം, നിയമമുള്ള ഒരു മതമാണ് ഇസ്ലാം. ഓരോ അനക്കത്തിനും നിയമമുണ്ട് ഇസ്ലാമിൽ. ആ ഒരു തിരിച്ചറിവ് മുസ്ലിമീങ്ങൾ അറിയണം. വിശുദ്ധ ഇസ്ലാം അള്ളാഹുവിന്റെ പ്രഗൽഭമായ ദീനല്ലേ. ആഖിറു സമാനിൽ മുത്തനബി ഞങ്ങളെ പറഞ്ഞയച്ചു ലോകാവസാനം വരെ വരാനുള്ള മുഴുവൻ ആളുകളെയും സ്വർഗത്തിലേക്ക് വിളിക്കാൻ വന്നിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൃഹത്തരമാണ് ഇസ്ലാം. എല്ലാം ഉണ്ടതിൽ. അധികാരമുണ്ടതിൽ, രാഷ്ട്രീയമുണ്ടതിൽ, സാമ്പത്തികമുണ്ടതിൽ, സാംസ്കാരികമുണ്ടതിൽ, കലകളുണ്ടതിൽ, സംസ്കാരമുണ്ട്, ഭാഷയുണ്ട്, നാടുണ്ട്, കുടുംബമുണ്ട്, ഭവനമുണ്ട്, കച്ചവടമുണ്ട്, എല്ലാം ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ ശരീഅത്ത്. എന്നാൽ അതിൽ ചില മുൻഗണനകൾ നമ്മൾ മനസ്സിലാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ചില നിലപാടുകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത ചില രംഗങ്ങൾ, സ്വഹാബികൾ എടുത്ത ചില രംഗങ്ങൾ. എന്തിനായിരുന്നു ആ മാറ്റം എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മറവ് ചെയ്യണമെന്നാണ് നബി തങ്ങളുടെ നിർദ്ദേശം. 3 വിഷയങ്ങൾ വൈകിപ്പിച്ചു കൊണ്ടുപോകരുതേ എന്ന് നബി തങ്ങൾ പറയുമായിരുന്നു. ഒന്ന്, നിസ്കാരത്തിന്റെ സമയമായാൽ അത് ഉടനെ നിസ്കരിക്കണമേ. യാത്രക്കാർ ജമ്മും കസറുമാക്കാം, പക്ഷേ മുഖീമീങ്ങളായ ആളുകൾ സമയമായാൽ ഉടനെ നിസ്കരിക്കേണ്ടവരാണ്. സമയമായാൽ ഉടനെ നിസ്കരിക്കണം, വൈകിപ്പിക്കലിൽ. രണ്ടാമത്തേത്, ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിലേക്ക് ആഗ്രഹം തോന്നി തുടങ്ങിയാൽ വിവാഹം പെട്ടെന്ന് നടത്തി കൊടുക്കണം. പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഡിഗ്രി കഴിയട്ടെ, കോഴ്സ് കഴിയട്ടെ, എൻട്രൻസിന്റെ കോച്ചിങ് കഴിയട്ടെ. വൈകാരികമായ ചിന്തകൾ വരുന്ന ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ശറഈന്റെ കാഴ്ചപ്പാടിൽ അവിടെ പിന്നെ നിങ്ങൾ കാത്തിരിക്കരുത്, പെട്ടെന്ന് വിവാഹം ചെയ്യിച്ചു കൊടുക്കണം. പിന്നെ നബി തങ്ങൾ പറഞ്ഞ വിഷയമാണ്, ഒരാൾ വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ ഗൾഫിൽ നിന്ന് ആള് വരാനുണ്ട് എന്ന് പറഞ്ഞ്, അമ്മായിയുടെ മകൻ തിരുവനന്തപുരത്ത് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ്, ഇന്നവൻ നാളെ രാവിലെ 10 മണിക്ക് ഫ്ലൈറ്റ് ഇറങ്ങുമെന്ന് പറഞ്ഞ് മരിച്ച മയ്യത്തിനെ നിങ്ങൾ നീട്ടിക്കൊണ്ടുപോകരുത്. മയ്യത്തിനെ നിങ്ങൾ വളരെ പെട്ടെന്ന് മറവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിലപാട് വെച്ച് നോക്കുമ്പോൾ മരിച്ചു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കേവലം 1-2 മണിക്കൂറിനുള്ളിൽ ജനാസ എടുക്കലാണ് ഉത്തമം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് പഠിപ്പിച്ച നിബിതങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞു പോയ നേരത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജനാസ എപ്പോഴാണ് എടുത്തുകൊണ്ടുപോയതെന്നറിയുമോ? എപ്പോഴാണ് കൊണ്ടുപോയത്? 3 ദിവസം കഴിഞ്ഞതിന്റെ ശേഷമാണ്. എന്തിനായിരുന്നു അത് ചെയ്തത്? അത്തരം സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായും വേണമെന്ന് വിചാരിക്കുന്ന വിഷയങ്ങളിൽ എപ്പോഴാണ് സ്വഹാബികൾ നിലപാടുകൾ മാറ്റിയത്? അള്ളാഹുവിന്റെ ഹബീബ് ലോകത്ത് യാത്ര പറഞ്ഞു പോകുമ്പോൾ ആരാണ് പിൻഗാമി എന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകണമെന്ന് സ്വഹാബിമാർ മനസ്സിലാക്കി. നബി തങ്ങളും ഇഷ്ടപ്പെട്ടത് അതാണ്. മുറൂ അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്. സിദ്ദീഖ് എന്നവർ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് എന്നവർ ഇമാമായി നിസ്കരിക്കട്ടെ എന്ന് ആയിഷ ബീവി പറഞ്ഞു, പൊന്നാര നബിയേ, എന്റെ ഉപ്പ സിദ്ദീഖ് എന്നവർ റഖീഖുൽ ഖൽബി, ഹൃദയം വല്ലാതെ ലോലമായ ആളാണ്. അങ്ങ് നിൽക്കുന്ന മിഹ്റാബിലേക്ക് നിന്നാൽ എന്റെ ഉപ്പയുടെ കണ്ഠമിടറും നബിയേ, എന്റെ ഉപ്പ കരയും നബിയേ, എന്റെ ഉപ്പയുടെ ഖിറാഅത്ത് പോലും ആളുകൾക്ക് കേൾക്കാൻ കഴിയില്ല നബിയേ. അതുകൊണ്ട് ഹഫ്സയുടെ ഉപ്പയോട് പറഞ്ഞാൽ പോരെ. ആരാണത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബിയുടെ 2 സുഹൃത്തുക്കളുടെ മക്കൾ ഹബീബിന്റെ ഭാര്യമാരായിരുന്നുവല്ലോ.
ഉമർ തങ്ങളുടെ പൊന്നുമോൾ ഹഫ്സ റളിയല്ലാഹു അൻഹ, സിദ്ദീഖ് എന്നവരുടെ പൊന്നുമോൾ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നബിയെ ഉമർ എന്നവരോട് പറഞ്ഞാൽ പോരെ, എന്റെ ഉപ്പയോട് പറയണോ? ഹഫ്സ ബീവിയോട് പറഞ്ഞു. ബീബി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ നബിയോട്. ഹഫ്സ ബീവി പറഞ്ഞു, നബിയെ എന്റെ ഉപ്പയോട് പറയണോ? ഇമാമ നിൽക്കാൻ പറയണോ? അങ്ങ് നിന്നിരുന്ന മെഹ്റാബിലേക്ക് ആദ്യമായി അങ്ങേക്ക് പകരം നിൽക്കാൻ എന്റെ ഉപ്പ മതിയോ? മുറൂ അബാ ബക്രിൻ ഫൽയുസല്ലി ബിന്നാസ് അൻതുന്ന സ്വാഹിബാത്തു യൂസുഫ്. നിങ്ങളെല്ലാവരും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പഴപ്പിക്കാൻ വന്ന പെണ്ണുങ്ങളെ പോലെ പഴപ്പിക്കാൻ വന്നവരാണോ? സിദ്ദീഖ് എന്നവരോടല്ലേ ഞാൻ നിൽക്കാൻ പറഞ്ഞത്? സിദ്ദീഖ് എന്നവർ നിൽക്കട്ടെ. തങ്ങൾ പിന്നെയും പറഞ്ഞു, നോമിനേറ്റ് ചെയ്തിട്ടില്ല ആരാണ് ഖലീഫ എന്ന വിഷയം. ഇവിടെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുസീബത്ത്. തങ്ങൾ ഈ ലോകത്തുനിന്ന് പോയതൊരു മുസീബത്തായിരുന്നുവല്ലോ. ഏതെങ്കിലും ഒരാൾക്ക് ഒരു വിപത്ത് വന്നാൽ നബി തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾക്കൊരു മുസീബത്ത് വന്നാൽ ഫൽയദ്കുറു മുസീബതഹു ഫിയ, ഞാൻ കാരണമുണ്ടായ മുസീബത്ത് നിങ്ങൾ ഓർക്കണേ. നിങ്ങളുടെ ഒരു കുട്ടി മരിച്ചാൽ നിങ്ങളുടെ കുട്ടിയാ പോയത്, അത് ഞാൻ മരിച്ചതിനോളം ഒക്കുമോ? നിങ്ങളുടെ കുട്ടികളെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കേണ്ടവരല്ലേ? ബാപ്പ മരിച്ചു, സങ്കടമാണ്, ശരി തന്നെ. അത് മുത്ത് നബിയുടെ വഫാത്തിനോളം എത്തുമോ? നബിയല്ലേ നമ്മുടെ ഉപ്പയെക്കാളും ഉമ്മയെക്കാളും വലുത്. മുത്ത് നബി മരിച്ചു പോയില്ലേ? അങ്ങനെയാ നിങ്ങൾ ആലോചിക്കേണ്ടത്. ജ്യേഷ്ഠൻ മരിച്ചു, ആലോചിക്കേണ്ടത് എന്റെ നബിതങ്ങളെ എന്റെ ജ്യേഷ്ഠനെക്കാളും ഞാൻ സ്നേഹിക്കണല്ലോ. മുത്ത് നബി വഫാത്തായി പോയില്ലേ? ഞാൻ വഫാത്താകുന്നതിലൂടെ നിങ്ങൾക്കുണ്ടായ വിപത്ത് നിങ്ങൾ ഓർക്കേണമേ എന്ന് പറയുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സ്വഹാബത്ത് മുത്തുനബി തങ്ങൾ വഫാത്തായ സമയത്ത് ആ പരിശുദ്ധമായ ശരീരം എവിടെയാണോ വഫാത്തായത് അവിടെ തന്നെയാണ് മറവ് ചെയ്യപ്പെടേണ്ടത്. പ്രവാചകന്മാരുടെ ശരീരം മരിച്ചെടുത്ത് നീക്കാൻ പാടില്ലെന്നാണ് നിയമം. സ്വഹാബത്തിനറിയാം. പക്ഷേ ഉമ്മത്തിനൊരു നേതാവ് വേണം എന്നത് അനിവാര്യമാണ്. മുത്തുനിബിതങ്ങൾ ലോകത്ത് നിന്ന് ഭൂമിക്ക് മുകളിൽ നിന്ന് താഴേക്ക് യാത്ര ചെയ്യുന്നതിന്റെ മുമ്പേ നബിയുടെ പിൻഗാമിയെ തീരുമാനിക്കാതെ ഹബീബിന്റെ ശരീരം മറവ് ചെയ്യേണ്ടതില്ല എന്ന് സ്വഹാബികൾ ഒന്നടങ്കം തീരുമാനിച്ചു. ഉടനെ വഫാത്തായാൽ ഉടനെ മറവ് ചെയ്യണം. സ്വഹാബത്തിന് അറിയാമത്. ഒരു പെണ്ണുണ്ടായിരുന്നു, തഖുമ്മുൽ മസ്ജിദ, മദീനത്തെ പള്ളിയുടെ മുറ്റം അടിച്ചു വാരുന്ന ഒരു പെണ്ണ്. ആ പെണ്ണിനെ കാണാതെയായപ്പോ തങ്ങൾ ചോദിച്ചു എന്തു പറ്റിയെന്ന്. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തുനബിയെ തുവഫിയത് അല്ലൈല, ഇന്നലെ രാത്രി ആ പെണ്ണ് മരിച്ചുപോയി, രാത്രി മരിച്ചു. ഹല്ലാ ആദൻതുമൂനി, അവൾ മരിച്ചപ്പോ നബിയെ ഞങ്ങൾ അവരെ ഇന്നലെ തന്നെ കുളിപ്പിച്ചു കഫൻ ചെയ്ത് രാത്രി തന്നെ മറവ് ചെയ്തു നബിയെ. സ്വഹാബികൾക്കറിയാം നബിക്ക് അതാണ് ഇഷ്ടമെന്ന്. രാവിലെ വരെ കാത്തിരിക്കലല്ല. മറവ് ചെയ്തു നബിയെ, ഞങ്ങൾ പെട്ടെന്ന് മറവ് ചെയ്തു. നിങ്ങൾ എന്നെ വിളിക്കാതിരുന്നത്? നബിയെ അങ്ങ് ഉറങ്ങുകയല്ലേ, അങ്ങേ വിഷമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് വിളിച്ചില്ല നബിയെ. മുത്തനബി പറഞ്ഞു, എവിടെയാണ് ആ പെണ്ണിന്റെ ഖബർ എന്ന് കാണിച്ചു തരൂ. ഇവിടെയാ നബിയെ ഞങ്ങൾ മറവ് ചെയ്തത്. ഖാമ ഫസല്ല അലൈഹ, ആ പെണ്ണിന്റെ ഖബർ ഇന്ന് ചെന്ന് മുത്തനബി ആ പെണ്ണിന്റെ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി തന്നെ മറവ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെയും അതിനേക്കാളുമൊക്കെ വലുതാണ് ഉമ്മത്തിന്റെ നേതൃത്വം എന്ന് പറയുന്നത്. ഈ സമൂഹത്തിന്റെ നേതൃത്വം എന്നത്, മുത്തുനബിയുടെ ഖലീഫ ആരാവണം എന്നത് ഇതിനേക്കാളും ഗൗരവമുള്ള വിഷയമാണ്. ഒരു നേതാവ് വേണം. 3 പേർ യാത്ര പോകുമ്പോൾ ഒരാൾ അതിൽ നേതാവാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി. അമ്മിറു, നിങ്ങൾ ഒരാളെ അമീറായി നിശ്ചയിക്കണം. അതുകൊണ്ടാ മുത്തുനബി പറഞ്ഞത്, അർറാകിബു ശൈത്താനുൻ, ഒറ്റയ്ക്ക് യാത്ര പോകുന്നവൻ പിശാചാണ്. കൂടെ ആളുകളെ കൂട്ടാൻ പറ്റുന്ന ദീർഘമായ യാത്രകളെ സംബന്ധിച്ചായി പറയുന്നത്, വറാകിബാനി ശൈത്താനാനി, 2 പേർ ദീർഘമായ യാത്ര പോകുമ്പോ 2 പേർ 2 പിശാചുക്കളാണ്.
മൂന്നാളാണ് ഒരു യാത്രാ സംഘം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ 3 പേരാണ് കഴിയുമെങ്കിൽ യാത്ര പോവേണ്ടത്. സാധിക്കുന്നിടത്തെ എത്രയേ പറ്റൂ, സാധിക്കുമെങ്കിൽ 3 പേരെങ്കിലും മിനിമം യാത്രയിൽ വേണം. അതിൽ ഒരുപാട് സൈക്കോളജി ഉണ്ട്, ഒരുപാട് മനഃശാസ്ത്ര വിഷയങ്ങളുണ്ട് അതിൽ. അതുമല്ല നമ്മുടെ ചർച്ച അതല്ല. മുത്തുനബി പറഞ്ഞു 3 പേരുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ യാത്രയുടെ അമീറാക്കി വെക്കണം. ആ അമീർ തീരുമാനിക്കണം എവിടെയാണ് ബസ് നിർത്തേണ്ടത്, എവിടെയാ നമ്മൾ നിസ്കരിക്കുന്നത്, എവിടെയാ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, എവിടെയാ ഉറങ്ങേണ്ടത്. 100 ആളുകൾക്ക് 100 അഭിപ്രായം കാണും. പക്ഷേ നിങ്ങൾ ഒരാളെ അമീറായി നിശ്ചയിക്കണേ എന്ന് 3 ആള് പോകുന്ന യാത്രയിൽ 2 ആൾക്ക് ഒരാൾ പോലും അമീറാവണം എന്ന് പഠിപ്പിച്ച നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ ലോകത്തോട് വിട പറയുന്നത്. ആകാശം നിന്ന് വഹി വരുമായിരുന്ന നബി ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധമായ മദീനയുടെ മുറ്റത്തേക്ക് ഒരു ദിവസം എത്ര തവണയാ കടന്നു വന്നത്? ആ മുത്തുനബി തങ്ങൾ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഹബീബിന്റെ പകരം നിൽക്കാൻ ആരാണുള്ളത്? ആരാ നബി തങ്ങൾക്ക് പകരം നിൽക്കാനുള്ളത്? തങ്ങളെ മറവ് ചെയ്തു. ലോകത്ത് തങ്ങൾക്ക് ശേഷം ആരാണ് നേതാവെന്ന് തീരുമാനിക്കപ്പെടാതെ പോയാൽ ഈ ഉമ്മത്തിന് നേതാവില്ലാതെ പോകുന്ന ഒരു സെക്കൻഡ് പോലും നബി ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഖലീഫ ആരാവണം എന്ന ചർച്ച അവസാനിക്കുന്നത് വരെ അൻസ്വാരികൾ പറഞ്ഞു ഞങ്ങളിൽപ്പെട്ട ഒരാളാവട്ടെ. മുഹാജിറുകൾ പറഞ്ഞു ഞങ്ങളല്ലേ മുത്തുനബിയുടെ കൂടെ യാത്ര ചെയ്തു വന്നത്, ഞങ്ങളല്ലേ തങ്ങളുടെ കൂടെ വീടും പറമ്പും ഒക്കെ മക്കയിൽ ഉപേക്ഷിച്ചു വന്നത്, ഞങ്ങളല്ലേ ആവേണ്ടത്. ഖുറൈശികളിലാണ് നേതൃത്വം എന്ന് നബി പറഞ്ഞിട്ടില്ലേ? ഉമർ തങ്ങൾ ചോദിച്ചു അൻസ്വാരികളെ നിങ്ങൾ മോശക്കാരായതുകൊണ്ടല്ല, നബി തങ്ങൾക്ക് ഇഷ്ടം മുഹാജിറുകളായിരുന്നുവല്ലോ, മുഹാജിറുകളിൽ നേതൃത്വം വേണമെന്നും ഖുറൈശികളിൽ വേണമെന്നും നബി തങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ നമ്മളിൽ നബി തങ്ങളോട് ഏറ്റവും അടുത്താൽ. ഉമർ തങ്ങൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു യാ അബൂബക്കർ, സിദ്ദീഖേ നിങ്ങളുടെ കൈയൊന്ന് നീട്ടുമോ? കൈ നീട്ടാൻ വേണ്ടി പറഞ്ഞു. ബനൂ സായിദ എന്ന് പറയുന്ന ഗോത്രക്കാരുടെ ഒരു ടെന്റിലാണ് ആരാണ് പിൽക്കാലത്ത് നബി തങ്ങളുടെ പിൻഗാമി ആരാണ് എന്ന് തീരുമാനം ചർച്ചകൾ നടക്കുന്നത് ആ പന്തലിലായിരുന്നു. മദീനത്തെ വിശുദ്ധമായ മസ്ജിദ് നബവി മനസ്സിലിങ്ങനെ കാണാം. മദീനത്ത് പോയവരൊക്കെ മനസ്സിലിങ്ങനെ കാണാം. പള്ളിയിലേക്ക് ഫ്രണ്ടിലൂടെ കയറുമ്പോ അങ്ങോട്ട് ഖിബ്ലയാണെങ്കിൽ മസ്ജിദ് നബവിയുടെ വലതുഭാഗത്ത് ഇങ്ങേ അറ്റത്താ ലൈബ്രറിന്റെ സൈഡിൽ ഒരു ചെറിയ പാർക്കുണ്ട്. അവിടെ ആ പാർക്കായിരുന്നു നബി തങ്ങൾക്ക് ശേഷം ആരാണ് ഖലീഫയാവണം എന്ന ചർച്ച നടന്ന സഖീഫത്തു ബനീ സായിദ എന്ന ബനൂ സായിദക്കാരുടെ പന്തലുണ്ടായിരുന്ന ആ സ്ഥലത്താണ് ഇന്ന് ആ പാർക്ക് നിലകൊള്ളുന്നത്. അവിടെയാ ചർച്ച നടക്കുന്നത്. ഒരു ദിവസമായി ചർച്ച നീണ്ടുപോകുന്നു. പലരും ഇമാറത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. 2ാമത്തെ ദിവസമായി മുത്തുനബിയുടെ പൂമേനയിൽ നിന്ന് സുഗന്ധമല്ലാതെ മറ്റൊന്നും വന്നിട്ടില്ല എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം കഴിയുമ്പോൾ, ഓരോരോ ദിവസം കഴിയുമ്പോൾ മയ്യത്തിന്റെ ശരീരം വികൃതമാവുകയാ സാധാരണ. എന്നാൽ ഹബീബിന്റേത് ആ ഒരു പ്രഭ മുഖത്ത് നിന്ന് മറഞ്ഞിരുന്നില്ല. മാത്രമല്ല ഹബീബിന്റെ ശരീരം അവിടെ കിടക്കുമ്പോൾ ചുറ്റും മദീനയിൽ സുഗന്ധമായിരുന്നു. നോക്കുമ്പോൾ ഹബീബ് കിടക്കുന്ന ഹുജറയിൽ നിന്നാണ്, ആ റൂമിൽ നിന്നാണ് ഈ സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സുഗന്ധമല്ലാതെ മറ്റൊന്നും ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് വന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തന്നെ കിടന്നുകൊണ്ടിരിക്കെ സ്വഹാബികൾ തീരുമാനിച്ചു മുത്തുനബി തങ്ങളെ മറവ് ചെയ്യണ്ട. ഹബീബ് തങ്ങൾ മറവ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു നേതാവല്ലേ നമുക്ക് നഷ്ടപ്പെടുന്നത്, അടുത്ത നേതാവ് വരുന്നത് വരേക്കും തങ്ങൾ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് ഇജ്മാഉ സ്വഹാബ. സ്വഹാബത്തിൽ ഒരാൾ പോലും മുത്തുനബിയല്ലേ മയ്യത്ത് നേരത്തെ മറവ് ചെയ്യണമെന്ന് പറഞ്ഞതെന്നോ, നബി തങ്ങളുടെ മയ്യത്ത് ഇങ്ങനെ വെക്കുന്നത് ശരിയല്ല എന്നോ സ്വഹാബികളിൽ ഒരാൾ പോലും എതിർത്ത് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിനേക്കാളും ഗൗരവമാണ് ഈ ഉമ്മത്തിന്റെ നേതൃത്വം. അതുകൊണ്ടാ ഉമ്മത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകളോട് നമുക്ക് വിഷമമുണ്ടായത്. അതുകൊണ്ടാണ് ഉമ്മത്തിന്റെ നേതൃത്വം തട്ടിയെടുത്ത ആളുകളോട് നമുക്ക് വിഷമമുള്ളത്, സങ്കടമുള്ളത്. ചെയ്യാൻ പാടില്ലാത്ത പണിയായിരുന്നു അത്.
അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ കേരളക്കരയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം നിലവിലുള്ള സമയത്ത് അതിന് പാരവെക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്തുകൊണ്ടില്ല? ഈ ഉമ്മത്തിന്റെ ഖിലാഫത്ത്, ഈ ഉമ്മത്തിന്റെ നേതൃത്വം എന്ന് പറയുന്നത് അതിനേക്കാളും ഗൗരവമാണെന്ന് മനസ്സിലാക്കിയിട്ട ഹബീബിന്റെ മയ്യത്ത് പോലും മറവ് ചെയ്യാതെ 3 ദിവസം സ്വഹാബിമാർ എടുത്തു വെച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ചെന്ന് ഉമർ തങ്ങളല്ലേ പറഞ്ഞത്, മുദ്ദയദൈക്, അബൂബക്കറെ കൈ നീട്ടൂ സിദ്ദീഖേ എന്ന് പറഞ്ഞ് സിദ്ദീഖ് തങ്ങളുടെ കൈ പിടിച്ച് ഉബായിഉക, അങ്ങ് ഖലീഫയാകണമെന്ന് ഞങ്ങൾ ബയാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ അധികാരം ഇഷ്ടപ്പെടാതിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒരാളും അധികാരം ഇഷ്ടപ്പെടാൻ പാടില്ലെന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളുടെ മുഖത്ത് നോക്കി തുറച്ചു നോക്കിക്കൊണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഉമറേ, ഞാൻ നബി തങ്ങളുടെ ഖലീഫയാവണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ അതെ, ഒന്ന് പറഞ്ഞോട്ടെ ഉമറേ, മാ റഅയ്തു മിൻക ഹഫ്വ മുൻദു അസ്ലംത് ഗൈറ ഹാദാ യാ ഉമർ. ഉമറേ, മുസ്ലിമായതിന്റെ ശേഷം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതിന്റെ ശേഷം നിങ്ങൾ മുത്തുനബിയെ കൊല്ലാൻ പോയിരുന്ന ആളായിരുന്നില്ലേ? എന്നിട്ടല്ലേ നിങ്ങൾ മുസ്ലിമായത്? ആ ഇസ്ലാമിലേക്ക് നിങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് തന്നതിന്റെ ശേഷം നിങ്ങൾ ഹബീബിന്റെ മെഹബൂബാണ്, നബി തങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. ഉമറേ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരബദ്ധം പോലും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഈ സംഭവമല്ലാതെ അധികാരത്തിലേക്ക് കയറാൻ, നബി തങ്ങളുടെ പിൻഗാമിയാവാൻ, ഹബീബിന്റെ ഖലീഫയാവാൻ ഞാനാണ് യോഗ്യൻ എന്ന് നിങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ മുസ്ലിമായതിന്റെ ശേഷം നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമെന്ന് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. എന്താണ് അതിനർത്ഥം? ഞാനതിന് യോഗ്യനല്ല ഉമറേ, എന്നെയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അബദ്ധമാ നിങ്ങൾ പറഞ്ഞത്. അധികാരങ്ങൾക്ക് പിന്നാലെ ഓടുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അധികാരം വേണമെന്ന് കൊതിക്കുന്ന ആളുകൾ, അധികാരം ലഭിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കുന്നവർ, പാർട്ടിയിൽ നിന്ന് കൂറുമാറുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കയറുന്നവർ. എന്തിന്? അധികാരം. അത് കയ്യിൽ കൊടുത്തപ്പോഴാണ് ഉമറേ, നിങ്ങൾ ചെയ്ത പോലെയുള്ള അബദ്ധം നിങ്ങളിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അങ്ങനെയാണ് മുത്തുനബി തങ്ങളുടെ പിൻഗാമിയായി ഖലീഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫ, ആ ഒരു പേരിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരത്തിലേക്ക് കയറുന്നത്. സിദ്ദീഖ് തങ്ങൾക്ക് എല്ലാവരും ബൈഅത്ത് ചെയ്യുകയാണ്. ഉമർ തങ്ങൾ നിർബന്ധിച്ചപ്പോ സിദ്ദീഖ് എന്നവർ പറഞ്ഞു, ഉമറേ, ശരി തന്നെയാണ്, ശരി തന്നെ, നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത് ശരി തന്നെ, പക്ഷേ ഉമറേ, നിങ്ങൾ എന്നെ സഹായിക്കുമോ? സഹായിക്കാം സിദ്ദീഖേ, ഞങ്ങൾ കൂടെയുണ്ട്. ആ ഒരു വാക്കിന്റെ ശേഷമാണ് അല്ലാഹുൽ മുസ്തആൻ, റബ്ബേ നീ സഹായിക്കണേ എന്ന് പറഞ്ഞ് ആ ഒരു മഹാദൗത്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുന്നു, ഖിലാഫത്ത് ഏറ്റെടുക്കുന്നു. ഇസ്ലാമിക സമൂഹത്തിന് ഒരു നേതാവ് വേണം, ഒരു നേതാവ് വേണം. നൂറുകണക്കിന് നേതാക്കന്മാരുണ്ടായാൽ സമൂഹത്തിൽ ഫിത്നകൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മളത് അനുഭവിക്കുകയാണ്. ദശവർഷത്തോളമായി, 10-20 കൊല്ലങ്ങളായി നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ഉമ്മത്തിന് ഒരു നേതാവ് വേണം, ഒരു അമീർ വേണം. ആ അമീറിനെ തെരഞ്ഞെടുക്കലാണ് മരിച്ച മയ്യത്ത് നേരത്തെ മറവ് ചെയ്യുന്നതിനേക്കാളും ഭേദമെന്ന് സ്വഹാബത്തിന്റെ തിരിച്ചറിവാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഔലബിയത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ മുൻഗണനാക്രമങ്ങൾ രണ്ടും പ്രാധാന്യമാണ്. ഏതിനാ മുൻഗണന? ഖിലാഫത്തിനാണ് മുൻഗണന. അതുകൊണ്ടാണ് നേതൃത്വം അംഗീകരിക്കുന്ന ആളുകളാകണം അനുയായികളെന്നും. നേതാക്കന്മാർ ഈ ഉമ്മത്തിൽ ഖൈറായവരാവണേ എന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം നമ്മൾ. اللهم اجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا. അല്ലാഹുവേ, ഞങ്ങളുടെ വിഷയം ഞങ്ങളിൽ നല്ലവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ ഖൈറായവരെ ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ നീ തൗഫീഖ് നൽകണമേ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക കാഴ്ചപ്പാടുകളിലെ മുൻഗണനാക്രമങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്.
ശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ ഒരായത്ത്, അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം അജഅൽതും സിഖായത്തൽ ഹാജ് വഇമാറത്തൽ മസ്ജിദിൽ ഹറാം وعمارة المسجد الحرام كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله والله لا يهدي القوم الظالمين. അല്ലാഹു ചോദിക്കുകയാണ്, അജഅൽതും സിഖായത്തൽ ഹാജ്, ഹജ്ജാജിമാർക്ക് വെള്ളം കൊടുക്കും എന്ന് പറയുന്നത്, വഇമാറത്തൽ മസ്ജിദിൽ ഹറാം, പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാം പരിപാലിക്കും എന്ന് പറഞ്ഞത്. ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾ വെള്ളം കൊടുക്കാം, ഹജ്ജാജിമാർക്ക് പിൽഗ്രിംസിന് വെള്ളം കൊടുക്കാം. വേറെ ഒരു വിഭാഗം പറഞ്ഞു ഞങ്ങൾ പള്ളിയുടെ പെയിന്റും പള്ളിയുടെ പരിപാലനവും ഞങ്ങൾ ഏറ്റെടുത്തു. അത് ഒരുപോലെയാണോ? കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വജാഹദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി ചോര കൊടുക്കാൻ വേണ്ടി തയ്യാറായി ജിഹാദിന് പോയ ആളുകളും ഈ ഓരോ കാര്യം ഏറ്റെടുത്തവരും ഒരുപോലെയാണോ? ലാ യസ്തവൂന ഇൻദല്ലാഹ്, അവരൊരിക്കലും അള്ളാഹുവിന്റെ അടുത്ത് ഒരുപോലെയല്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമം ചെയ്യുന്നവർക്ക് അള്ളാഹു സന്മാർഗം നൽകുകയില്ല. ഈ ആയത്തിന്റെ അവതരണത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. നുഅ്മാൻ ഇബ്നുൽ ബശീർ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തുനബി തങ്ങളുടെ പരിശുദ്ധമായ മദീനയുടെ പള്ളിയിൽ നബി തങ്ങളുടെ മിമ്പറിന്റെ അരികത്ത് ഞാനിങ്ങനെ നിൽക്കുകയാണ്. മദീനയുടെ മിമ്പറിന്റെ അരികത്ത് കുറച്ചാളുകളും എന്റെ കൂടെയുണ്ട്. അപ്പൊ ഒരാൾ പറഞ്ഞു, മാ ഉബാലി അല്ലാ അഅമല ലില്ലാഹി അമലൻ ബഅദൽ ഇസ്ലാം ഇല്ലാ അൻ നസ്ഖിയൽ ഹാജ്, മുസ്ലിമാവാൻ ഭാഗ്യമുണ്ടായതിന് ശേഷം ഇനി ഹജ്ജാജിമാർക്ക് വെള്ളം കൊടുക്കുന്നതാ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇനി വേറെ ഒരു പണിയും ചെയ്യില്ല, അത് തന്നെ ധാരാളമല്ലേ ഹജ്ജാജിമാർക്ക് വെള്ളം കൊടുക്കുന്നത്. ഭയങ്കര കൂലിയുള്ള കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാഹ്. ഒരാൾ അങ്ങനെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാ, ഹജ്ജാജിമാർക്ക് വെള്ളം കൊടുക്കുക, വേറൊരു പണിയൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല, ഞാൻ അത് ചെയ്യാം, അത് മാത്രം. വേറെ ഒരാൾ പറഞ്ഞു, ബൽ ഇമാറത്തുൽ മസ്ജിദിൽ ഹറാം, അതിനേക്കാളൊക്കെ ഭയങ്കര കൂലിയല്ലേ പള്ളിയെ പരിപാലിക്കുന്നത് എന്ന്. ഞാൻ പള്ളി പരിപാലനം ഏറ്റെടുത്തു. ആദ്യത്തെ ആൾ എന്ത് പറഞ്ഞു? ഞാൻ വെള്ളം കൊടുക്കാം. അപ്പോഴാണ് മൂന്നാമതൊരാൾ പറഞ്ഞത്, ബലിൽ ജിഹാദു ഫീ സബീലില്ലാഹി ഖൈറും മിമ്മാ ഖുൽതും, നിങ്ങളെ പറഞ്ഞതിനേക്കാളൊക്കെ ഉത്തമം അല്ലാഹുവിന് വേണ്ടി ധർമ്മസമരത്തിന് പോകലല്ലേ, യുദ്ധം നടക്കുന്ന കാലമല്ലേ ഇത്. നമ്മൾ പള്ളിയിലെ ഹൗദിൽ വെള്ളം നിറച്ചിരുന്നാൽ മാത്രം മതിയോ? ചോര വേണ്ടി വരുമ്പോൾ അതും പോലും കൊടുക്കാൻ നമ്മൾ തയ്യാറാവണ്ടയോ? ജിഹാദാണ് ഇത് രണ്ടിനേക്കാളും ഖൈർ എന്ന് മൂന്നാമത്തെ ഒരാൾ. ഇത് കേട്ടുകൊണ്ട് ഓടി വന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ വന്നിട്ട് ചോദിച്ചു, ലാ തർഫഉ അസ്വാതകും ഇൻദ മിൻബരി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മിൻബറിന്റെ അരികത്ത് വെച്ച് ഒച്ച വെച്ച് സംസാരിക്കല്ലടോ. നബി തങ്ങളുടെ മിൻബറിന്റെ അടുത്ത് ഒച്ച വെച്ച് സംസാരിക്കുകയാണോ? വെള്ളിയാഴ്ച ദിവസമായിരുന്നു അത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ജുമാ നിസ്കാരം കഴിഞ്ഞാൽ മുത്തുനബി തങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, നബിയോട് ഞാൻ പോയിട്ട് ചോദിക്കാം, നബിയെ വെള്ളം കൊടുക്കലാണോ, പള്ളി പരിപാലിക്കലാണോ, ധർമ്മസമരത്തിന് പോവലാണോ, ഏതാണ് ഇതിൽ ഏറ്റവും ഖൈർ എന്ന് ഞാൻ ചോദിച്ചു നോക്കാം. നമ്മൾ മനസ്സിലാക്കണം, വെള്ളം ഹജ്ജാജിമാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. പള്ളി പരിപാലനം വലിയ കൂലിയുള്ള കാര്യമാണ്.
എന്നാൽ അവിടെ ഒരു മുൻഗണനാക്രമം വേണം. ഇതിൽ യുദ്ധമാണോ, റബ്ബിന് ചോര കൊടുക്കലാണോ, അതല്ല ദേഹത്തിന് കുഴപ്പം പറ്റാതെ ഉള്ള സേവനമാണോ, ഏതാണ് ഉത്തമം നബിയേ എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴാണ് സൂറത്ത് തൗബയിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകൾ ഇറങ്ങുന്നത്. ഈ ചോദ്യത്തിന് മറുപടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അജഅൽതും സിഖായതൽ ഹാജ് വഇമാറതൽ മസ്ജിദിൽ ഹറാം كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله والله لا يهدي القوم الظالمين الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون. വെള്ളം കൊടുക്കുന്നതും പള്ളി പരിപാലനവും ധർമ്മസമയത്തോളം എത്തുകയില്ല. അല്ലദീന ആമനൂ, അല്ലാഹുവിൽ ശരിക്കും വിശ്വാസം ഉണ്ടാവുകയും വഹാജറൂ, ഇഷ്ടപ്പെട്ട വീടും പറമ്പും കുട്ടികളെയുമെല്ലാം മക്കയിൽ ഉപേക്ഷിച്ച് ഹിജ്റ പോരുകയും ചെയ്തത്. വജാഹദൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി എമ്പാടും കൊടുത്തവർ. ബി അംവാലിഹിം, പൈസ കൊടുത്തിട്ടുണ്ട് അല്ലാഹുവിനെ. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. സ്വന്തമായ കാര്യങ്ങൾക്ക് എത്രയോ കാശ് ചെലവാക്കുന്നതിനിടയിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എത്രയാ നമ്മൾ കൊടുത്തത്. ബി അംവാലിഹിം, ശരീരം കൊണ്ടും വഅൻഫുസിഹിം, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ധർമ്മം ചെയ്തവർ, ധർമ്മസമരം ചെയ്തവർ. അഅ്ളമു ദറജതൻ ഇൻദല്ലാഹ്, അവരാണ് അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും സ്ഥാനമുള്ളവർ. വഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് വിജയിക്കുന്നവർ, അവരാണ് വിജയിക്കുന്നവർ. യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മത്തിൻ മിൻഹു വറിദ്വാൻ, അവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തവും കരുണയുമുണ്ട്. വജന്നാതിൻ ലഹും ഫീഹാ നഈമുൻ മുഖീം, അവർക്ക് അല്ലാഹു സ്വർഗ്ഗലോകം നൽകാൻ പോകുന്നു. ഖാലിദീന ഫീഹാ അബദാ, എന്നെന്നും അവരവിടെ ജീവിക്കുന്നവരാണ്. ഇന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, അല്ലാഹു ഒരുപാട് പ്രതിഫലം നൽകാൻ കഴിവുള്ളവനത്രേ. ഈ ആയത്ത് ചോദിക്കുന്നത്, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം സേവനം ചെയ്യാൻ കഴിയുന്ന ഒരാൾ ഏതെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്ത് മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് തിരുത്തിത്തരികയാണ്. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായതിൽ പിന്നെ ഇടക്കിടക്കൊന്ന് ചോദിക്കുക, ഒന്ന് വന്ന് കാണുക. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാനൊരു ഫക്കീറ, ബിസിനസ്സുകാരനല്ല, എന്നാലും ഒരു മാസത്തിൽ 1000 രൂപ മാത്രം എന്നെ കൊണ്ട് തരാൻ പറ്റിയേക്കും, അത് ഞാൻ തരട്ടെയോ? ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വിളിച്ചോളൂ. ഇവിടെ കസേര ആളുകൾക്ക് വേണ്ടി ഇരിക്കാൻ സൗകര്യം ചെയ്യാനോ അത് മടക്കി വെക്കാനോ വോളണ്ടിയർ പണി ചെയ്യാനോ ഒക്കെ ഞാൻ ഒരുക്കമാണ്. ഇങ്ങനെ എല്ലാ രീതിയിലും സഹായിക്കുന്ന ആളുകളും ഏതെങ്കിലും ഒരു രീതിയിൽ മാത്രം സഹായിക്കുന്നതും ഒരുപോലെയല്ല. അതുകൊണ്ടാണ് അല്ലാഹു നമ്മളോട് നന്മകളെല്ലാം കഴിയുന്ന വിധത്തിലൊക്കെ ചെയ്യണം. ഞാൻ അത്ര ചെയ്തു വിട്ടു, കൊടുത്തു വിട്ടു കഴിഞ്ഞു, പിന്നെ ആ വഴിക്ക് ചിന്തയില്ല. അങ്ങനെയല്ല. ധർമ്മസമരം ചെയ്യുകയും റബ്ബിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുകയും ശരീരം കൊടുക്കുകയും ചെയ്ത ആളുകൾ വെറും പള്ളിക്ക് വേണ്ടി പരിപാലനം ചെയ്യുകയും ഹജ്ജാജിമാർക്ക് വെള്ളം കൊടുക്കുകയും ചെയ്യാന്ന് പറഞ്ഞവരും ഒരുപോലെയാവില്ല. ലാ യസ്തവൂന ഇൻദല്ലാഹ്, ഒരുപോലെയല്ല. നമ്മൾ ആലോചിക്കണം. അല്ലാമ ഇബ്നു കസീർ വിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനം ചെയ്ത മഹാനാണ്. മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഒരു സംഭവം പറയുന്നുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ യുദ്ധം നടക്കുമ്പോ, കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്നത്തെ തുർക്കിയാണ്,
അവിടെ ഒരു യുദ്ധം നടക്കുമ്പോ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾ, മുഹാജിറുകളിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. മുഹാജിറായ സ്വഹാബിയായിരുന്നു അദ്ദേഹം. ശത്രുക്കളുടെ ഇടയിലേക്ക് ഓടിച്ചെന്നു. അന്ന് തുർക്കി ഭരിക്കുന്നത്, കോൺസ്റ്റാന്റിനോപ്പിൾ ഭരിക്കുന്നത് റോമക്കാരാൻ. റോം എന്ന് പറയുന്നത് യൂറോപ്പ് എന്നാണ് അതിന്റെ ട്രാൻസ്ലേഷൻ. യൂറോപ്യൻസാ ഭരിക്കുന്നത്. യൂറോപ്യൻ പടയിലേക്ക് മുഹാജിറുകളിൽപ്പെട്ട ഒരാൾ അങ്ങ് ഒറ്റക്ക് ഓടിച്ചെല്ലുകയും അവർക്കിടയിൽ ചെന്ന് യുദ്ധം ചെയ്തു. പക്ഷേ അദ്ദേഹം കൊല്ലപ്പെട്ടു. ആ സമയത്ത് ചില ആളുകൾ ഒരു വാക്ക് പറഞ്ഞു. മഹാനായ അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ചില ആളുകൾ പറഞ്ഞു, അൽഖാ ബിയദിഹി ഇല തഹ്ലുക, അയാൾ ആത്മഹത്യ ചെയ്തല്ലോ. ആത്മഹത്യ ചെയ്യരുത് എന്ന് പഠിപ്പിക്കാനും സ്വയം നാശത്തിലേക്ക് എടുത്തു ചാടരുത് എന്ന് പറയാനും വിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരായത്താണിത്. ലാ തുൽഖൂ ബിഐദീകും വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ ഈ ആയത്ത്. അവരെന്ത് പറഞ്ഞു? ഇയാൾ ഒറ്റയ്ക്ക് ഓടിപ്പോയാൽ കൊല്ലപ്പെടുന്ന ഉറപ്പല്ലേ? ഇപ്പൊ നമ്മളൊരു മനുഷ്യർ കുഴിയിലേക്ക് എടുത്തു ചാടി എന്ന് പറയാം. കുഴിയിലേക്ക് എടുത്തു ചാടി എന്ന് പറഞ്ഞപ്പോഴെന്ന് കേട്ടൊരു കഥ ഓർമ്മ വരുന്നത്. ഒരു ബിരിയാണി വെച്ച കഥയാണതേ. ബിരിയാണി അടി പിടിച്ചോലോ. കുക്കൾക്കല്ലിന്റെ ബേജാറുള്ള കല്യാണം നടക്കാൻ ബിരിയാണി അടി പിടിച്ചാ എന്താ, എന്ത് ചെയ്യണമെന്നറിയാതെ മൂപ്പരിങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴാണോലോ തൊട്ടടുത്തൊരു കിണർ. നോക്കുമ്പോ വെള്ളം കുറവാ. ഒരൊറ്റ ചാട്ടം എന്ന് പറഞ്ഞേക്ക്. പണ്ടാരി കിണറ്റിൽ വീണിക്കണോന്ന് പറഞ്ഞ മനുഷ്യന്മാര് മുഴുവൻ ഓടി വന്ന് ഇയാളുടെ അടുത്ത്, ഇയാൾ എന്റെ കാര്യങ്ങൾ വിട്ടേക്കാ, ബിരിയാണി അടി പിടിച്ചപ്പോഴൊന്ന് പോയി നോക്കി എന്ന് പറഞ്ഞു. അടി പിടിച്ചപ്പോഴാണ് മൂപ്പര് ചാടിയത്, വേറെ വിഷയം. ലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, സ്വയം നാശത്തിലേക്ക് എടുത്തു ചാടരുത് എന്ന് ഖുർആൻ പറയാൻ. നിങ്ങളൊരു അപകടം ചെയ്യരുത്. കൺട്രോൾ ഇല്ലാത്ത വണ്ടി കൊണ്ട് പരക്കപ്പാച്ചിൽ പായണ്ട. ഒരു ഉദാഹരണം അതാണ്. വീഴുന്നിടത്ത് പോയി നിൽക്കണ്ട, അവിടെ വീണ് മരിക്കും. അപകടം വരുത്തി വെക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം, അതിന്റെ സാരം അതാണ്. അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളുണ്ട് അവിടെ. അവര് പറഞ്ഞു, അബൂ അയ്യൂബ് അൻസ്വാരി തങ്ങളിത് കേൾക്കുകയാണ്. ബഹുമാനപ്പെട്ടവർക്ക് ഇത് പിടിച്ചില്ല. ചില ആളുകൾ പറഞ്ഞു, സ്വയം നാശത്തിലേക്കല്ലേ അയാൾ എടുത്തു ചാടിയത്, വേണ്ടിയിരുന്നോ നമ്മളൊരു സൈന്യമായി, ഒരു ബറ്റാലിയനായി അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ഒറ്റക്കയാൾ ഓടിച്ചെന്ന് അവിടെ ശത്രുക്കൾക്കിടയിലേക്ക് ഓടിച്ചെന്നത് സ്വയം നാശം വരുത്തി വെക്കലല്ലേ? നമുക്കങ്ങനെ തോന്നുന്നുണ്ടാവും ചിലപ്പോ അല്ലേ, സ്വയം നാശം വരുത്തി വെച്ചു. ആ ഒരു ആശയം തിരുത്തുകയാണ് അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹു. അത് പറയേണ്ട സ്ഥലമല്ല ഇതെന്ന് പറയുന്നു. എന്തുകൊണ്ട്? അബൂ അയ്യൂബ് അൻസ്വാരി തങ്ങൾ പറയുന്നു, ഈ ആയത്തിനെ സംബന്ധിച്ച് നഹ്നു അഅലമു ബിഹാദിഹിൽ ആയ വഅൻഫിഖൂ ഫീ സബീലില്ലാഹ് വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക. സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ ഈ ആയത്ത് ഏത് വിഷയത്തിലാണ് ഇറങ്ങിയത് എന്ന് ഞങ്ങൾക്ക് ശരിയായി അറിയാം. ഞങ്ങൾ മദീനക്കാരാണ്, അൻസ്വാരികളാണ്. എപ്പോഴാണിത് പറയേണ്ടതെന്നറിയുമോ? ഇങ്ങനെ ഒരാൾ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യുമ്പോൾ പറയാനുള്ള വാക്കല്ലാതെ. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ചവരാണ്, ത്വാലഅൽ ബദ്ർ ചൊല്ലി സ്വീകരിച്ചവരാണ്, ഹബീബിന്റെ കൂടെ യുദ്ധം ചെയ്തിട്ടുണ്ട്. ബദറും ഉഹദും ഖന്തഖും ഹുനൈനും കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കുറച്ചാളുകൾ ഇങ്ങനെ ചർച്ച ചെയ്തു. അല്ല, നമ്മുടെ മക്കളെ കാണാൻ നേരമില്ലാതെ എത്രയാ നമ്മൾ നബിയുടെ കൂടെ യാത്ര പോയത്, നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഇരിക്കാൻ നേരമില്ലാതെ എത്ര യുദ്ധങ്ങളിലേക്കാ നമ്മൾ പോയത്, നമ്മുടെ സ്വന്തം പേരക്കുട്ടികളെ ഒരു നോക്ക് കാണാൻ പോലും നേരമില്ലാതെ എത്രയാ നമ്മൾ കഷ്ടപ്പെട്ടത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നാം.